ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസീമ ജെനീഷ് വ്ളോഗ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അധികം വളച്ച് നിട്ടാതെ തന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഫലാഫല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളക്കടല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതിലത്തെ ആ ഒരു ഇലയുടെ ആണ് ആ സ്മെല്ല്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് മല്ലിച്ചപ്പ് വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ വെള്ളക്കടല നന്നായി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, അതിലുള്ള ആ ഒരു വെള്ളം തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ കടല നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു പകുതി സവാള, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ അധികം എരിവിലല്ല ഉണ്ടാക്കുന്നത്. പിന്നെ ഓൾറെഡി നമ്മളുടെ ഈ അറേബ്യൻ സ്നാക്സുകളൊക്കെ എരിവ് കുറവാണ് സാധാരണ ഉണ്ടാവുക. ഇനി നമുക്കതിലേക്ക് ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. പിന്നെ അത്യാവശ്യത്തിന് മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടിയിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇവയെല്ലാം കൂടിയിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം. എല്ലാതും നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം റൈസ് ഫ്ലോറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല മുരിച്ചലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അവ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം ഞാനിതിലേക്ക് വൈറ്റ് സെസൈം സീഡ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ വെളുത്ത എള്ള്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഗ്രാം ഫ്ലോർ, അതായത് നമ്മൾ കടലമാവും കൂടിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മളുടെ മാവ്. ഇനി നമുക്ക് ഓരോന്നും ഫ്രൈ പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോന്നും ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. പിന്നെ നമ്മൾ ഫലാഫൽ ഉണ്ടാക്കുമ്പോൾ കൂടുതലും ബോൾ പോലെയാണ് നമ്മൾ ഉണ്ടാക്കാറ്. ഞാനിപ്പോൾ ഇവിടെ പരത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉള്ളൊക്കെ ശരിക്ക് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് ഓരോ ഭാഗവും നന്നായി കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫലാഫൽ ഏകദേശം റെഡിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായി കുക്കായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫലാഫൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കേബേജും, പിന്നെ കുക്കുംബർ, പിന്നെ ക്യാരറ്റ്, ഇവയെല്ലാം കൂടിയിട്ട് നന്നായി ഫൈനലി ചോപ്പ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു ക്ലീൻ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ശേഷം അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മയോണൈസാണ്. മയോണൈസിൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഗാർലിക് പേസ്റ്റ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ മയോണൈസ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ ഇട്ടിട്ടില്ല. ഞാൻ അത് നന്നായി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവയെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സാൻഡ്വിച്ചിന് യൂസ് ചെയ്യുന്ന ബ്രെഡ് ഞാൻ സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. സ്റ്റീം ചെയ്യണതൊക്കെ ഞാൻ മുമ്പ് കോൺ ഷവർമ തയ്യാറാക്കുമ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ മേലെ ഐക്കാർഡിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് കാണാം. ഇനി ഞാൻ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഷവർമ ഫില്ലിങ്സ് ഫസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ചെറുതായിട്ട്
സ്മോൾ പീസസുകളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഫലാഫൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അത് ചെയ്യുന്നില്ല. അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ ഷവർമയുടെ ഫില്ലിങ്സാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് ഇത്. എപ്പോഴും നമ്മൾ ചിക്കൻ്റെ ഷവർമയും ഫില്ലിങ്സൊക്കെ അല്ലേ വെച്ചിട്ട് കഴിക്കാറ്. അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്കിനി ഇതേപോലെ ഫലാഫൽ റെഡിയാക്കിയിട്ട് നമുക്ക് സാൻഡ്വിച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് വേറൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.